ഇതൊക്കെ ഭയങ്കര ചെലവുള്ള സംഗതികളാണ്. എത്ര പൈസ ചെലവഴിക്കണത്, ദൂർത്തടിക്കണത്. ഒരു വയലിന് 3 ലക്ഷം 4 ലക്ഷം ചെലവാക്കുന്നുണ്ട്. ഇപ്പോൾ ഒറ്റ വയലിൽ 3 മണിക്കൂർ എടുത്ത വയലാണ് ഉണ്ടാവുക. അതിന് നാടൊക്കെ പോസ്റ്റർ, സമാനം ഒക്കെ പാടെ. സ്റ്റേജിന് 40,000, മൈക്കക്ക് 75,000. പിന്നെ അദ്ദേഹത്തിന് വരാൻ അതിന് നമ്മുടെ നാട്ടിലെ ആളുകൾ സ്പോൺസർ ചെയ്യും. അവിടെ തന്നെ ആളുകൾ ഉള്ളതുകൊണ്ട് 50,000 അവർ സ്പോൺസർ ചെയ്യും. അപ്പൊ അതങ്ങനെ മൊത്തത്തിൽ ചെലവ് കസാരക്ക്, ജനറേറ്റർ ഒക്കെ പാടെ കൂട്ടുമ്പോൾ 3.5 ലക്ഷം 4 ലക്ഷം. എത്ര നേരത്തെ പരിപാടിയാണ്? 3 മണിക്കൂർ നേരത്തെ പരിപാടി. ഇതൊക്കെ റബ്ബ് കൂടി നമ്മളെ 3 ലക്ഷത്തേക്ക് എത്ര സ്ഥലത്ത് പരിപാടിയൊക്കെ. ഇതൊന്നും പറയാൻ പാടില്ല. പറഞ്ഞാൽ ഓന്റെ നേരെ എല്ലാവരും കൂടി അങ്ങ് തിരിഞ്ഞാളും. ഞാൻ പിന്നെ അതിന് ചാവാറാകാൻ തീരുമാനിച്ചതായാലും എല്ലാവരും വന്നോട്ടെ, പ്രശ്നമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇങ്ങനെ പലതും ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ദൈവത്തിന് വരുന്ന ദായിമാർ തീയെ വാങ്ങുന്നതിന് എന്താണ് ഫത്വ? ദൈവത്തിന് വരുന്ന ആളുകൾ ഇവിടെ ദൈവത്തെ നടത്തേണ്ടത് ഇവിടുത്തുകാരാണ്. ഇവിടെ നിങ്ങൾക്ക് ആളില്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് ഒരാളെ വിളിച്ചാൽ അയാൾക്ക് വരേണ്ട യാത്രാ കൂലി കൊടുക്കേണ്ടത്, അയാളൊന്ന് വരുന്നതിന് അയാൾക്കുള്ള നഷ്ടങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. ആ ദായിമാരാരും ഇങ്ങോട്ട് നബിമാരായി നിയോഗിച്ചൊന്നുമല്ല. ഇവിടെ പാവർട്ടി ദൈവത്ത് നടത്തേണ്ടത് പാവർട്ടിക്കാരെ കടമയാണ്. അതിന് തൃശ്ശൂർ നാളെ കൊണ്ടുവന്നാൽ അയാൾക്കൂടെ വരുന്ന സൗകര്യം കൊടുക്കണം. കണ്ണൂർ നാളൊന്നും അതിനനുസരിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ അയാൾക്ക് വരാൻ പറ്റുമോ? അയാൾക്ക് അല്ലാതെ വേറെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ്, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമല്ല എന്ന് പറഞ്ഞാൽ അത് വേണ്ട. പക്ഷെ എല്ലാവർക്കും അതിന് സാധിച്ചോണമെന്നില്ല. വേറെ ജോലിക്കൊന്നും പോകണ്ടാവില്ല. അയാൾ ഇങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പോണ ആളാവും. അപ്പൊ അയാൾക്ക് തീയെ കൊടുക്കേണ്ടി വരും. അത് സ്വാഭാവികമാണ്. താങ്കൾ ഹുസൈൻ സലഫിയെ കുറിച്ച് വ്യക്തിഹത്യ നടത്തിയതായി കേൾക്കുന്നു. അതിലെന്ത് സലഫിയത്താണുള്ളത്? ഈ വ്യക്തിഹത്യ എന്നുള്ള സംഗതി ഉണ്ടായിട്ടില്ല. ഞാൻ ഹുസൈൻ സലഫിയുടെ പേരെടുത്തൊന്നും വിമർശിച്ചിട്ടുമില്ല. അയാളെ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുമില്ല. ഞാൻ പൊതുവെ ദഅവത്ത് രംഗത്തെ പാഴ്ചെലവുകൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സക്കരിയ ആണെങ്കിലും ഹുസൈൻ സലഫി ആണെങ്കിലും മുഹമ്മദ് സലാം ആണെങ്കിലും ആരാണെങ്കിലും അവരല്ല ഈ ഉത്തരവാദി. സംഘാടകരാണ് ഉത്തരവാദി. സംഘാടകരാണ് വലിയ ചെലവുണ്ടാക്കിയിട്ട് പരിപാടികൾ വെക്കുന്നത്. ഇപ്പൊ ഞങ്ങളൊക്കെ ഗൾഫിലേക്ക് കൊണ്ടുപോകും, ഒരാഴ്ചക്ക് 2 ആഴ്ചക്കൊക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റും പിന്നെ ജോലിയൊക്കെ ഉള്ള ആളാണെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ശമ്പളത്തിന് പകരം എന്തെങ്കിലും പോക്കറ്റ് മണി കൊടുക്കും. എത്ര രൂപ ചെലവാകും? വലിയ സംഖ്യ ചെലവാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെലവുകൾ കൂടുന്ന പരിപാടികൾ ഒഴിവാക്കുക. പലപ്പോഴും നമ്മൾ ഒരു വയലിന് വേണ്ടി 3 മണിക്കൂറോ 4 മണിക്കൂറുള്ള വയലിന് വേണ്ടിയിട്ട് വലിയ സംഖ്യ ചെലവാക്കും. അപ്പൊ നമ്മുടെ മഞ്ചേരിയിൽ ആദ്യത്തെ വിശദീകരണ യോഗം വലിയ വിലപിടിപ്പുള്ള ഒരു ഹാളാണ് ഞങ്ങൾ എടുത്തത്. എന്തിനാ 10,000 റുപ്യന്റെ ഹാള് പോരെ? ഞാനെല്ലാം എടുക്കണമല്ലോ. നമ്മൾ 10,000 റുപ്യന്റെ ഹാൾക്ക് കുറച്ച് കസേര പുറത്തിട്ടാലും വമ്പിച്ച പതാ പറയുന്നത്. സക്കരിയ സലാഹിന്റെ BP ഹാൾ വിശദീകരണത്തിന് വലിയ സംഖ്യ ചെലവായി. ഞാനായിട്ട് ചെലവാക്കാൻ പറഞ്ഞ അപ്പൊ അത് എവിടെയോ ഞാൻ ഈ പറഞ്ഞ ഇതുവരെ നമ്മൾ തുടർന്നു വന്നതിൽ എന്തൊക്കെ നമുക്ക് ദഅവാ രംഗത്ത് പാഴ്ചെലവുകൾ വരുന്നുണ്ടോ അതൊക്കെ പരിശോധിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഹുസൈൻ സലഫിനെ പറ്റി പറഞ്ഞാൽ പിന്നെ കോട്ടസീർ ഉണ്ടാക്കുന്നതാണ്. സക്കരിയ സലഫി ഹുസൈൻ സലഫി തമ്മിൽ സണ്ട തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. അവർക്ക് ജീവിച്ചു പോണ്ടേ. കേരളത്തിലെ ആദ്യത്തെ വിശദീകരണം നമ്മൾ വെച്ചത് ചന്ദ്രാപ്പള്ളി സ്റ്റാറിലായിരുന്നു. അതിന് 2,000 രൂപ വാടകയുണ്ട്. ക്യാൻസലാക്കിയിട്ട് പിന്നെ നമ്മൾ മഞ്ചേരിക്ക് മാറ്റി. അവരിടപെട്ടു. അതാണ് അതേ വേണ്ടിയിട്ടുള്ളൂ. ശരിക്കും നമ്മൾ എവിടെയൊക്കെ പാഴ്ചെലവുകൾ വരുന്നുണ്ടോ അതൊക്കെ ആലോചിക്കണം. ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون. നിങ്ങൾ സത്യം അസത്യവുമായി കൂട്ടിക്കുഴക്കരുത്. അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചുവെക്കുകയും ചെയ്യരുത്.